അർജൻറ്റീനിയൻ ഫുട്ബോൾ കളിക്കാരൻ ഏഞ്ചൽ ഡി മരിയ ഗോളടിച്ചാലും കളിയിൽ ജയിച്ചാലും കരയും. കാരണം ആ കണ്ണീരിന് പിന്നിൽ ഒരു ദാരിദ്ര്യത്തിൻ്റെ കഥയുണ്ട്. എപ്പോഴും ഇൻ്റർവ്യൂവിൽ അമ്മയെക്കുറിച്ചാണ് ഏഞ്ചൽ പറയുക. കുഞ്ഞുനാൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നപ്പോൾ പല അപകടങ്ങളിൽ ചെന്ന് ആടും. ഒരു ദിവസം ഡോക്ടർ അമ്മയോട് പറഞ്ഞു, ഇവൻ ഭയങ്കര ഓട്ടക്കാരാണ്, ഇവനെ ഫുട്ബോളിൽ കൊണ്ട് ചേർക്ക്. അങ്ങനെയാണ് എന്നെ ഫുട്ബോളിൽ ചേർക്കുന്നത്. ദൂരെയുള്ളൊരു യൂത്ത് അക്കാദമിയിൽ എനിക്ക് സെലക്ഷൻ കിട്ടുകയാണ്. 9 കിലോമീറ്ററാണ്. അപ്പം പറഞ്ഞു, ഇത്ര ദൂരം ആരും കൊണ്ടുപോകാനാ, നമ്മുടെ കയ്യിൽ കാറൊന്നും ഇല്ലല്ലോ. അപ്പം അമ്മ പറഞ്ഞു, ഞാൻ കൊണ്ടാക്കാം. അങ്ങനെ ഒരു മഞ്ഞ തുരുമ്പിച്ച സൈക്കിൾ, അതിൻ്റെ പിന്നിലൊരു പലക കഷ്ണം കെട്ടിവെച്ച് അതിലെന്നെ ഇരുത്തും. കുഞ്ഞനിയത്ത് വരാൻ വാശി പിടിക്കുന്നുകൊണ്ട് അവളെ മുമ്പിലത്തെ ബാറിലിരുത്തി. ഞങ്ങൾ രണ്ടുപേരെയും ഇരുത്തി അമ്മ 9 കിലോമീറ്റർ സൈക്കിളെ കൊണ്ടാക്കും, തിരിച്ചു കൊണ്ടുവരും. മഞ്ഞായാലും മഴയായാലും ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു പുതിയ കോച്ച് വന്നു. ആൾക്ക് അഗ്രസീവ് കളിക്കാരെ ആവശ്യം. ഞാൻ പൊതുവെ ശാന്തനാണ്. ഫുട്ബോൾ ഹെഡ് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ വഴക്ക് പറഞ്ഞു. നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ഞാൻ കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് ഇനി കളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അമ്മ കൂട്ടുകാരെന്ന കാര്യം മനസ്സിലാക്കി. പിറ്റേ ദിവസം രാവിലെ അമ്മേനോട് പറഞ്ഞു, എടാ നീ ആരാണെന്ന് നീ കളിച്ച് കാണിച്ചു കൊടുക്ക്. 16-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. അപ്പന ആശങ്കയായി. ഒരു ദിവസം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം പറഞ്ഞു, നിനക്ക് 3 ഓപ്ഷനുണ്ട്. 1, നാളെ തൊട്ട് നീ എൻ്റെ കൂടെ പഠിക്കുക. 2, നീ നിൻ്റെ പഠനം പൂർത്തിയാക്കുക. 3, 1 വർഷം കൂടി ഫുട്ബോൾ എനിക്ക് കളിക്കാം, സമയം തരാം. അമ്മ പറഞ്ഞു, അവന് 1 വർഷം കൂടി കളിക്കട്ടെ. 2 മാസം കഴിഞ്ഞപ്പോൾ പ്രീമിയർ ഡിവിഷനിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. അവിടെ തുടങ്ങുന്നു എൻ്റെ കായിക ജീവിതം. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്ന 2 സ്ട്രോങ് അമ്മമാരെയാണ്. ജീവിതത്തിലൊരു ക്രിറ്റിക്കൽ സമയത്ത് അവരുടെ ഭർത്താക്കന്മാർ, ജോസഫ് കൺഫ്യൂസ്ഡ് ആയപ്പോൾ, സക്രിയാസ് മ്യൂട്ടായി പോയപ്പോൾ, ഈ 2 സ്ത്രീകളാണ്, ഈ 2 അമ്മമാരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് 2 അത്ഭുതങ്ങളെയാണ്, ലോക അത്ഭുതങ്ങളെയാണ് ലോകത്തിന് കിട്ടിയത്. നമ്മൾ സ്ത്രീകളെ, അമ്മമാരെയൊക്കെ നിശബ്ദരാക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ് ഇല്ലാതായി പോകുന്നത്. അത്ഭുതങ്ങൾ.